എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പൂക്ക് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 4 മുട്ട, 2 സ്പൂൺ റവ, 1 ബൗൾ പഞ്ചസാര, 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ. മൈദ കണക്ക് നോക്കേണ്ട ആവശ്യമില്ല, മുട്ടയ്ക്ക് അനുസരിച്ച് മൈദ ചേർക്കാവുന്നതാണ്. വാനില എസൻസും എടുത്തിട്ടുണ്ട്. മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. 4 പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ച റവ ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാരയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാരയെല്ലാം അലിയണത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഏലക്കാപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് അതിലേക്ക് മിക്സ് ചെയ്യുക. ഇതിലേക്ക് എടുത്തു വെച്ച സൺഫ്ലവർ ഓയിലിൽ നിന്ന് കുറച്ചൊഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് മാവ് ഇട്ട് കുഴയ്ക്കുക. ആദ്യം കുറച്ച് മാവിട്ട് കുഴച്ചിട്ട് പിന്നെ അതിനനുസരിച്ച് മാവിട്ടാൽ മതിയാകും. കൈ കൊണ്ട് കുഴച്ചെടുക്കുന്ന പാകത്തിന് വേണം എടുക്കേണ്ടത്. ഇതിനെ കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതിയാകും. ഇതിൽ തീരെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ മുട്ടയും കുറച്ച് ഓയിലിൻ്റെയും നനവിൽ തന്നെ മാവ് കുഴച്ചെടുക്കുകയാണ്. ഇനി ഒന്ന് എണ്ണ തടവി ഒരു മണിക്കൂർ വയ്ക്കുക. മിനിമം 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഞാനിപ്പോൾ 1 മണിക്കൂർ വച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഇത് ചപ്പാത്തി കല്ലിൽ വെച്ചൊന്ന് പരത്തിയെടുക്കുക. ഒരു 3 ചപ്പാത്തിയുടെ കട്ടിയിൽ പരത്തിയെടുക്കാവുന്നതാണ്. ഇത് ഒരു കുപ്പിയുടെ അടപ്പ് വെച്ച് പ്രസ് ചെയ്തെടുക്കുകയാണ്. എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ മാവ് ഇനി ഒന്നും കൂടെ പരത്തിയെടുക്കാവുന്നതാണ്. ഇനി ഒരു കത്തി കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ കട്ട് ചെയ്യണേ, എങ്കിലേ അത് വെന്ത് വരുമ്പോൾ ആ ഒരു പൂവിൻ്റെ ഷേപ്പിന് കിട്ടും. എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അത് ഒന്ന് ചൂടായി വരുമ്പോൾ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ ഓണാക്കാവൂ.
അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോവുകയും അകം വെന്ത് കിട്ടില്ല. നല്ല പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു പൂക്ക് കേക്കാണ്. തീരെ ഇതിന് എണ്ണ കുടിക്കുകയും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും കഴിക്കാനും പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ്. എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാ പേർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.